മലയാള സിനിമയ്ക്ക് മികച്ച ഒരു കോംബോ സൃഷ്ടിച്ച കൂട്ടുകെട്ടായിരുന്നു സത്യൻ അന്തിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവരുടേത്. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകെട്ടിൽ നിന്ന് മോഹൻലാൽ അനായാസം പുറത്തു കടന്നു. ഇല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വരവോടെയൊക്കെ ഈ കൂട്ടുകെട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. താൻ പലപ്പോഴും മോഹൻലാലിനെ ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ശപിച്ചിട്ടില്ല. മോഹൻലാലുമായിട്ട് അത്രമാത്രം അടുത്തു പോയിരുന്നു എന്നും അതുകൊണ്ട് തനിക്കൊരിക്കലും മോഹൻലാൽ ഇല്ലാതെ ഒരു സിനിമ ചെയ്യുക എന്നത് സങ്കല്പിക്കാനാവുമായിരുന്നില്ല എന്നും മോഹൻലാൽ അപ്രതീക്ഷിതമായിട്ട് മാറിപ്പോയപ്പോൾ താൻ ആകപ്പാടെ തകർന്നു പോയി എന്നും സത്യൻ അന്തിക്കാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ജന്മസിദ്ധമായിട്ടൊരു വാശി അല്ലെങ്കിൽ സിനിമയെന്നൊരു പാഷൻ തൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതെന്നും ഇല്ലെങ്കിൽ താൻ അമ്പാടെ തകർന്നു പോയേനെ എന്നുമാണ് സത്യം പറയുന്നത്. അപ്പം തൻ്റെ സിനിമകളിൽ താൻ വിളിക്കുമ്പോഴെല്ലാം മോഹൻലാൽ തൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് നിർബന്ധബുദ്ധി താൻ പിടിച്ചത് വല്ലാത്തൊരു തെറ്റാണ് എന്നും അത് താൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നും എന്നാൽ മോഹൻലാൽ വിട്ടുപിരിഞ്ഞ ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ ഇല്ലാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ മോഹൻലാലിൻ്റെ വളർച്ചയിൽ സന്തോഷമേ ഉള്ളൂ, അദ്ദേഹത്തെ ഒരിക്കലും ശപിച്ചിട്ടൊന്നുമില്ല എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ സത്യൻ അന്തിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവരുടെ കോമ്പയിൽ പിറന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. നാടോടിക്കാറ്റ്, TP ബാലഗോപാലൻ MA, സന്മനസ്സിലോർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, പട്ടണപ്രവേശം, വരവേൽപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ. അപ്പോൾ പിരിയാൻ പറ്റാത്ത അത്രമാത്രം ഒരു അടുപ്പം തനിക്ക് മോഹൻലാലുമായിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ ഒരു തെറ്റാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മോഹൻലാൽ പോയപ്പോൾ തൻ്റെ മുന്നിൽ ലോകം ശൂന്യമായെന്നും അദ്ദേഹം തുറന്നു പറയുകയാണ്. അതായത് സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അഭിനേതാക്കളാണ് തങ്ങളുടെ കരുക്കളെന്നും തൻ്റെ കരുവായ മോഹൻലാൽ നഷ്ടപ്പെട്ടപ്പോൾ താൻ മോഹൻലാലിനെ ശപിച്ചില്ല, ആകപ്പാടെ അങ്ങ് തകർന്നു പോയതേയുള്ളൂ എന്ന് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാസികയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ സത്യൻ അന്തിക്കാട് തുറന്നു പറയുകയാണ്. ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ മോഹൻലാൽ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലായിരുന്നു എന്ന് കുറേ കാലത്തിന് ശേഷം മാത്രമാണ് തനിക്ക് തോന്നിയത്. അയാൾ മാഞ്ഞു പോയപ്പോൾ എൻ്റെ മുന്നിൽ സിനിമയുടെ ലോകം ശൂന്യമായ ഒരു വെള്ളത്താള് മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പുതിയൊരു ലോകം മോഹൻലാൽ ഇല്ലെങ്കിലും കെട്ടിപ്പിടിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ താൻ കുറേ കാലം മനസ്സ് തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യൻ അന്തിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വത്തിലാണ് നിലവിൽ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂടിയോടൊപ്പം മോഹൻലാലും ഉണ്ട്. അപ്പം എന്തായാലും സത്യൻ അന്തിക്കാട് മോഹൻലാലിൽ തന്നെ വിട്ടുപിരിഞ്ഞപ്പോഴുണ്ടായ ഹൃദയഭേദകമായ ഒരു വാർത്ത ഇങ്ങനെ പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരവസ്ഥയാണ് പല സംവിധായകരും നിർമ്മാതാക്കളും. ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷം സത്യൻ അന്തിക്കാടിൻ്റേതുപോലെയുള്ള സമാനമായ അവസ്ഥയിലാണ് പല സംവിധായകരും ഇന്ന് നീങ്ങുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പലപ്പോഴും പലരും പറയുന്ന മോഹൻലാലിനെ പലരും സൗഹൃദത്തിൻ്റെ പേരിൽ പ്രതിഫലം വളരെ കുറച്ച് കൊടുത്ത് അവരുടെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചു. എന്നാൽ ആൻ്റണിയുമായിട്ട് ഒത്തുചേർന്ന് സ്വന്തം നിലയിലെ ചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. തിരുവനന്തപുരത്തുനിന്ന് താമസം എറണാകുളത്തിനൊക്കെ മാറ്റി. അതിനുശേഷമാണ് മോഹൻലാൽ സാമ്പത്തികമായിട്ട് ഒരു ഭദ്രതയിലേക്ക് കൂടുതലായിട്ട് എത്തപ്പെടുന്നത്. ഇത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ സൗഹൃദ വലയത്തിനുള്ളിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് അടുത്തിടെ നടന്മാർ സിനിമകൾ നിർമ്മിക്കാൻ പാടില്ല, അതിൽ അഭിനയിക്കുന്നത് ശരിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് കുമാറും ആൻ്റണി പെരുമ്പാവൂരും ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും മോഹൻലാലിനെ കിട്ടാതെ പണ്ട് കാലത്ത് ലഭിച്ചിരുന്ന പോലെ മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാതെ വന്ന സംവിധായകരുടെ ഒരു നിരാശയാണ്. അപ്പോൾ മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് മോഹൻലാൽ. മോഹൻലാൽ ഇല്ലെങ്കിൽ പല പ്രോജക്റ്റും അല്ലെങ്കിൽ പല സിനിമകളും ഉദ്ദേശിക്കുന്ന പോലെ വിജയിക്കില്ല എന്ന ബോധ്യം നിർമ്മാതാക്കൾക്ക് സംവിധായകർക്കും ഉണ്ട്.